സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുമെന്നാണ് എൻ്റെ മക്കൾ മീറ്റിങ്ങിന് വന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്? സഭയിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്നിട്ട് എൻ്റെ മക്കൾ എന്താണ് സംസാരിക്കുന്നത്? എൻ്റെ മക്കൾ എന്താണ് സംസാരിക്കുന്നത്? ഇതാ 4 സഹോദരന്മാർ കൂടി ഒരിടത്ത് ഇരിക്കുന്നു. ഈ 4 ദേവദാസന്മാർ കൂടിയിരുന്ന് സംസാരിക്കുന്നു. എന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കാൻ ഇടയാകുമെന്ന്. എന്താണെന്ന് നോക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം വായിക്കുക. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേരെ സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല എന്ന് വായിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, മറ്റുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് അനുതപിക്കുന്നതായ വ്യക്തികളെ ആരെയും കാണുന്നില്ല. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ, പ്രധാനമായും പ്രാർത്ഥനാ സമയങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ജീവിതം എങ്ങനെയാകുന്നു, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാതെ നിങ്ങൾ ആയിരുന്നാൽ, അയ്യോ, ശ്രദ്ധ വെച്ച് കേൾക്കുന്ന നമ്മുടെ കർത്താവ്, ചെവി ചായ്ച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതായ കർത്താവ് എത്ര വേദനിക്കുമെന്നറിയാമോ? അന്ത്യകാലത്ത് ദൈവത്തോട് സംസാരിക്കണമെന്നുള്ളതായ ആഗ്രഹം മനുഷ്യർക്കില്ല. മനുഷ്യൻ മനുഷ്യനോട് തന്നെ സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക, മറ്റുള്ളവരെ നിന്ദിക്കുക, മറ്റുള്ളവരുടെ മേൽ കുറ്റം വിധിക്കുക, വിമർശിക്കുക. ഒരുപക്ഷെ ആരോടെങ്കിലും നിങ്ങൾക്ക് ഒരു വിമർശനം പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറ്റം ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ചോദിക്കുക. നേരെ വന്ന് ചോദിക്കാതെ, പണ്ട് കാലത്ത് എങ്ങനെയാണ്, കത്തെഴുതുന്ന സമയത്ത് അഡ്രസ്സ് എഴുതാതെ കത്തെഴുതി വിടുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് ഈ ട്വിറ്ററും ഈ ഫേസ്ബുക്കും ഈ യൂട്യൂബും പിന്നെന്താണ് സഹോദരി, വാട്സാപ്പ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണോ വന്നത്, അതോ ഡൽഹിയിൽ നിന്നാണോ? ഹൗസ് വൈഫുകളും ഇപ്പോൾ വാട്സാപ്പ്, വാട്ട് കറി എന്നൊക്കെയാണ്, എന്തെല്ലാം സ്റ്റൈലുകളാണ്. ഇതാ ഈ കറി കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ കറിയുടെ ഫോട്ടോ ഇടും. അതുപോലെ അവൾ ചമ്മന്തിയുടെ ഫോട്ടോ ഇടും. എന്താ, എന്നോടും ചിലർ പറയാറുണ്ട്, നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, യൂത്തുകളെല്ലാം വാട്സപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അതിലെന്തെങ്കിലും വാക്യം പറഞ്ഞാൽ അവർ കേൾക്കും എന്ന്. വചനം കേൾക്കും, എന്നാൽ ആ ചപ്പുചവറെല്ലാം അതിലുണ്ടായിരിക്കുമ്പോൾ അതും ഇതും മിക്സ് ചെയ്തിട്ട് അവസാനം കഴിക്കുകയാണെങ്കിൽ ഈ ഉള്ള വചനത്തിനും എന്ത് സംഭവിക്കും? അയ്യോ, ദൈവം പറഞ്ഞാൽ ഞാൻ ചെയ്യാം, മനുഷ്യർ പറഞ്ഞാൽ ചെയ്യില്ല. എപ്പോഴും വാട്സപ്പിലാണോ? വാട്സപ്പിൽ എന്താണ് ഇടുന്നത്? വാട്സപ്പ് എന്താണ്? ഞങ്ങളുടെ വീടിനരികിലുള്ളതായ ഒരു പെൺകുട്ടി ഇന്ന പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വാട്സപ്പ്. നിനക്കെന്താണ് അതിൻ്റെ ആവശ്യം? എന്താണ്, പറയൂ. ആവശ്യമില്ലാത്ത ന്യൂസുകളെല്ലാം, അനാവശ്യമായ കാര്യങ്ങളെല്ലാം, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ പറയാറുണ്ട്, എന്താണ് അതിന് പറയുന്നത്? റൂമേഴ്സ്, അതായത് നുണകൾ പറയുന്നത്. പൗലോസ് തിമോത്തിയോസിനെ ശാസിക്കാനിടയായി ഇതേ വിഷയം തന്നെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത് എന്ന് കർശനത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് പിശാച് വാട്സപ്പും ട്വിറ്ററും അതും ഇതുമെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ വാട്സപ്പിൽ നിനക്ക് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും എഴുതിക്കൂടെ? നീ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടതാണോ? നീ യേശുവിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ഒരു വാക്യം നിനക്ക് അയച്ചു കൊടുത്തുകൂടെ? യേശുവിനെ കുറിച്ച് പറഞ്ഞുകൂടെ? അടുത്ത പ്രാവശ്യം നിങ്ങൾ യേശുവിനെ കുറിച്ച് അങ്ങനെ അയക്കുക. നിങ്ങളുടെ വാട്സപ്പിൽ ദൈവത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് അല്ലാതെ ലോകപരമായ കാര്യങ്ങൾ പാടില്ല. വാട്സപ്പില് ജീസസ് ഈസ് കമ്മിങ് സൂൺ, ആർ യു റെഡി എന്ന് ഇടുക. എന്താണ്? ഈ അന്ത്യകാലത്ത് ഈ റൂമേഴ്സ് പെരുകിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. ഏതു സമയത്തും മറ്റുള്ളവരെ കൊണ്ട് വിമർശിച്ച് പറഞ്ഞ് അവരുടെ സമയം മുഴുവൻ ചിലവഴിക്കുകയാണ്. അഹങ്കാരികൾ, വിദ്വേഷികൾ, നന്ദിയില്ലാത്തവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. ഈ സ്വഭാവമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അല്പം പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ നാം നിഷ്കളങ്കരായിരിക്കണം. അപ്പോൾ മാത്രമേ കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടുകയുള്ളൂ. നീ മാലിന്യമെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് മാത്രമോ പ്രസംഗം ചെയ്തതുകൊണ്ട് മാത്രമോ നിങ്ങൾ
സ്വർഗത്തിലേക്ക് പോകില്ല. കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറയാനിടയായി. എന്നാൽ കടുകുമണിയോളം പാപമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല, ഒരു ബലഹീനത മാത്രമേ ഉള്ളൂ എന്ന് ചിലർ പറയും. ഒന്നു മതി. നീ ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകും. ഒരു മാതാവ് തൻ്റെ കുഞ്ഞുങ്ങളോട് അവർ കിടക്കാൻ പോകുന്നതിന് മുൻപ് സ്കൂളിൽ അവർ ചെയ്തതായ എല്ലാ തെറ്റുകളും വന്നിട്ട് ഏറ്റുപറയണമെന്ന്, അതും കുടുംബ പ്രാർത്ഥനയിൽ അവർ ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഒരു നിബന്ധന വെച്ചു. മമ്മി, ഇന്ന് ഞാൻ ടീച്ചറിനോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ എന്നെ പിച്ചി, അതുപോലെ ഒരാളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി എന്നവർ ഒന്ന് പറയുമായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചു പയ്യനോട് ചോദിച്ചു, നീ ഇന്ന് എന്തൊക്കെ തെറ്റ് ചെയ്തു? ഞാനിന്നൊന്നും ചെയ്തില്ല, മര്യാദക്കാരനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു മമ്മി പറഞ്ഞതുപോലെ, ഞാൻ അതുപോലെ തന്നെ അനുസരിച്ച് ചെയ്തു മമ്മി. സത്യം പറയടാ. ഒന്നും ഞാൻ ചെയ്തില്ല മമ്മി. യേശുവേ നന്ദിയോടെ സ്തോത്രം, ഇന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞു കിടന്നു. അങ്ങനെ കിടന്നിട്ട് പാതിരാത്രിയായപ്പോൾ ഇവൻ ചാടി എഴുന്നേറ്റിരുന്നിട്ട് മമ്മി എന്നെ കൂടെ കൊണ്ടുപോകൂ എന്നിട്ട് അവൻ ആ ബെഡിലിരുന്ന് ഭയന്ന് നിലവിളിക്കുകയാണ്. അമ്മയും അപ്പനും സഹോദരനും എല്ലാവരും എഴുന്നേറ്റ് ഓടി വന്നിട്ട്, എന്ത് പറ്റിയടാ മോനെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചും പറയാണ്, എന്നെ കൂടെ കൊണ്ടുപോകൂ. എന്ത് പറ്റിയടാ, എവിടേക്കാടാ കൊണ്ടുപോകേണ്ടത് നിന്നെ? അമ്മേ, ഇവിടെ തന്നെയുണ്ടോ എല്ലാവരും? ഞാനിവിടെ കിടന്നുറങ്ങുമ്പോൾ മേഘത്തിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാനിടയായി. ഇടിമുഴക്കത്തിന്റെ ശബ്ദങ്ങൾ കേട്ടു. യേശുക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് മേഘാരൂഢനായിട്ട് വരുന്നതായ ദൃശ്യം കണ്ടു. അമ്മേനോട് പറഞ്ഞില്ലേ, അതുപോലെ പാസ്റ്റർ പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ കർത്താവിന്റെ വരവ് എന്ന് ഞാൻ നോക്കി അതിശയിച്ച് നിൽക്കുമ്പോൾ തന്നെ പപ്പ ഉയർന്നു പോയി, മമ്മി ഉയർന്നു പോയി, ചേട്ടൻ ഉയർന്നു പോയി. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അമ്മേ, അപ്പ എന്ന് വിളിച്ചപ്പോൾ അവർ ആകാശത്തിലേക്ക് പൊങ്ങിപ്പോകുന്നു. എന്നാൽ ഞാൻ മാത്രം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ നിലവിളിച്ച സമയത്താണ് ഞാൻ ഉണരാനിടയായത്. ഏതു കുഴിയിലാടാ നീ അകപ്പെട്ടു പോയത്? ഏതു കുഴിയിലാണ് അകപ്പെട്ടത്? എന്താണ്? വ്യഭിചാരിയുടെ കുഴിയിലാണോ? ബൈബിൾ പറയുന്നു, വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. ആ കുഴിയിൽ കിടക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. നിന്റെ ഹൃദയത്തിൽ ജഡത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ഇടം കൊടുത്താൽ, ഞാൻ പണ്ടായിരുന്നു പാപമൊക്കെ ചെയ്തത്, ഇപ്പോൾ പാപമൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ചെയ്തതായ പാപം നീ ഏറ്റുപറഞ്ഞ പാപം മാത്രമേ ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഏറ്റുപറയാത്ത പാപം ന്യായവിധിയുടെ മുൻപിൽ വരുമെന്നാണ്. ആരും അറിയില്ല എന്ന് വിചാരിച്ച് തമാശ കളിക്കുകയാണോ? ദൈവത്തിനറിയാം നിന്റെ കാര്യങ്ങൾ, നിന്റെ വ്യഭിചാര പ്രവൃത്തികൾ അവനറിയാം, നിന്റെ അശുദ്ധിയെക്കുറിച്ച് അവനറിയാം. നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മാത്രമേ ക്ഷമിക്കപ്പെടൂ. ആ പയ്യനോട് അപ്പൻ ചോദിച്ചു, മോനെ നീ എന്താണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് അടുത്തിരുന്ന ഒരു പയ്യന്റെ പെൻസിൽ മോഷ്ടിച്ചു. ടീച്ചർ മറ്റൊരു പയ്യനെ പിടിച്ചിട്ട് നീയാണോ എടുത്തെന്ന് പറഞ്ഞ് അവനെ അടിച്ചപ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന് പറഞ്ഞ അതേ ടീച്ചർ അവൻ തന്നെയാണ് എടുത്തത്, ഞാനത് കണ്ടെന്നും പറയാനിടയായി. എത്ര ഭയങ്കരമാണ്! അമ്മേ, ഞാൻ അവിടെയും ഈ കാര്യം പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് കുടുംബ പ്രാർത്ഥനയിൽ അമ്മ എന്നെ തല്ലുമെന്ന് ഭയന്നിട്ടാണ് ഞാനിത് പറയാതിരുന്നതെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു, ഞാൻ കള്ളം പറയുകയാണെങ്കിൽ കർത്താവ് വരുമ്പോൾ അവനോടൊപ്പം ഞാൻ എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് കരയുകയാണ്. എന്നിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് പറയാനിടയായി, ഇന്നലെ ഞാൻ ഇന്ന പയ്യന്റെ പെൻസിൽ മോഷ്ടിച്ചു. യേശു എന്നോട് രാത്രിയിൽ സംസാരിക്കാനിടയായി. എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, നിന്റെ യേശു അത്ര വലിയവനാണോ? കള്ളം പറയാൻ പാടില്ലേ? മോഷ്ടിക്കുവാൻ പാടില്ലേ? അങ്ങനെ എല്ലാവർക്കും അതിശയം തോന്നി. ഏറ്റവും കൂടുതലായിട്ട് ആ ടീച്ചറിന് അതിശയം തോന്നിയിട്ട് യേശുവിനെ അവർ വിശ്വസിച്ചു. നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറയുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾ രക്ഷിക്കപ്പെടാനിടയാകും. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ പാപങ്ങൾ മറച്ചുവെക്കുകയാണ്. മോഷണങ്ങൾ മറച്ചുവെക്കുന്നു, ചതികൾ മറച്ചുവെക്കുന്നു, അസത്യങ്ങൾ മറച്ചുവെക്കുന്നു. കർത്താവ് വരാൻ പോവുകയാണ്, നീ എടുക്കപ്പെടില്ല. ഒരാൾ പറയാണ്, കർത്താവ് വരുന്ന സമയത്ത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയാകില്ലേ? കാഹളധ്വനി കേൾക്കുമ്പോൾ എന്ന് കേൾക്കുന്ന സമയത്ത് കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ പോകാൻ കഴിയുമെന്നാണ്. എന്നിട്ട് പറയുകയാണ്, ക്രൂശിൽ കിടന്ന കള്ളനും അങ്ങനെയല്ലായിരുന്നു. യേശുവേ, നിന്റെ രാജ്യം വരുമ്പോൾ എന്നെ ഓർക്കുമാറാകണമേ എന്ന് പറഞ്ഞിട്ട് അവൻ രക്ഷിക്കപ്പെട്ടില്ലേ?
കാഹളധ്വനി കേൾക്കുന്ന സമയത്ത് തന്നെ കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ തീരുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കാര്യമല്ലേ? വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അതിൽ വ്യക്തതയില്ല. കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്നുള്ളതായ ആ സത്യം ആർക്കും അറിയില്ല, യേശുവിന് പോലും അറിയില്ലെന്നാണ്. ഇത് പറയുകയാണെങ്കിൽ ആളുകൾ വേറെയും ചോദിക്കും, അത് യേശുവിനെ എങ്ങനെയാണ് അറിയുന്നത്? യേശു ദൈവമല്ലല്ലോ, ദൈവത്തിൻ്റെ പുത്രനാണല്ലോ. അതല്ല ഇവിടെ പറയുന്നത്. യേശുവിന് നമ്മെ ഒരുപാട് സ്നേഹമാണ്. നമുക്ക് വേണ്ടി പ്രാണനെ പോലും തന്നവനാണ്. നമ്മിൽ ഒരാൾ പോലും നശിക്കുന്നത് അവന് ഇഷ്ടമല്ല. അവൻ എപ്പോൾ വരുമെന്നുള്ള കാര്യം അവൻ ആദ്യം തന്നെ അറിയുകയാണെങ്കിൽ അവൻ എന്നെപ്പോലെയുള്ള ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിൽ അവൻ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാകും യേശു വരുന്നു എന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ല. രക്ഷിക്കപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവൻ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കണം, കർത്താവിന്റെ നാമത്തിൽ ജീവിക്കണം. അതുകൊണ്ടാണ് അവന്റെ വരവിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറയാത്തത്. അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ, വ്യാധികൾ, ക്ഷാമങ്ങൾ. രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, അക്രമം വർദ്ധിക്കുന്നു, സ്നേഹം തണുത്തുപോകുന്നു, വിശ്വാസം കുറഞ്ഞു പോകുന്നു. അതുപോലെ ദൈവത്തിന്റെ മക്കൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്നു. ഇവയെല്ലാം നടക്കുന്ന സമയത്ത്, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ന്യൂസുകളിലൂടെ നാം കേൾക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ സൂചനകൾ നിറവേറുകയാണ്. അവന്റെ വരവടുത്തു. എപ്പോൾ വരുമെന്നറിയില്ല. അവന്റെ വരവ് കള്ളനെ പോലെയായിരിക്കും. കള്ളൻ പറഞ്ഞിട്ട് വരില്ലല്ലോ. കള്ളൻ അർദ്ധരാത്രിയിൽ, നീ നനയ്ക്കാത്ത സമയത്ത് വരുന്നത് പോലെ കർത്താവ് വരും. അതുകൊണ്ടാണ് നാം ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. ഈ സമയം നീ ഒരുക്കത്തോടെയാണോ? ദയവ് ചെയ്ത് തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മേഘാരൂഢനായി വരുന്ന സമയത്ത് നാം നിഷ്കളങ്കതയോടെ, അനിന്യരായി, വിശുദ്ധി ഉള്ളവരായിട്ട്, നീതിയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്ത് അപകടം നിറഞ്ഞ സമയത്തായിരിക്കുന്നു നാം. നിന്നിൽ സ്വാർത്ഥതയുണ്ടോ? അസത്യം പറയുന്നവരാണോ? വഴക്കുണ്ടാക്കുന്നവരാണോ? അഹങ്കാരമുള്ളവരാണോ? മാതാപിതാക്കളെ അനുസരിക്കാത്തവരാണോ? അവരെ ദുഃഖിപ്പിക്കുന്നവരാണോ? ഒരു നിമിഷം പരിശോധിക്കുക. അശുദ്ധിയിലായിരിക്കുന്നുവോ? അജ്ഞാനത്തിലായിരിക്കുന്നുവോ? അഹങ്കാരമുള്ള വ്യക്തിയാണോ? ക്രൂരതയുള്ളവനാണോ? അയ്യോ, ഈ ഭയങ്കരമായ നീചമായ സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എന്നെ നിഷ്കളങ്കനാക്കി നീ മാറ്റണമേ കർത്താവേ എന്ന് എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്നിധി നിന്റെ കഴിഞ്ഞ കാലത്തിലെ ചെയ്തികൾ ഓർത്ത് പശ്ചാത്തപിക്കാമോ? ഈ ദിവസം തന്നെ നിന്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നീ അനുദപിക്കാമോ? നീ എന്തു പാപമാണ് ചെയ്തിരിക്കുന്നത് എന്നത് ഒരു നിമിഷം നീ ആലോചിച്ചു നോക്കുക. നിന്റെ ഭാര്യയെ നീ വഞ്ചിച്ചില്ലേ? നിന്റെ ഭർത്താവിനെ നീ കബളിപ്പിച്ചില്ലേ? നിന്റെ മാതാപിതാക്കൾക്ക് എതിരെ നീ തിരിഞ്ഞില്ലേ? രഹസ്യ പാപങ്ങൾക്ക് ഇടം കൊടുത്ത് നിന്റെ ശരീരത്തെ അശുദ്ധിയാക്കി മാറ്റാനിടയായില്ലേ? മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിട്ട് നിന്റെ ശരീരത്തെ നീ തന്നെ നശിപ്പിച്ചില്ലേ? പല പല രീതിയിൽ നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ചുകൊണ്ട്, നിന്റെ ഹൃദയത്തെ നീ നശിപ്പിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തെ രോഗത്താലും കഷ്ടത കൊണ്ടും നീ നിറയ്ക്കാനിടയായില്ലേ? നിന്നെ സൗഖ്യമാക്കുന്ന യേശു ക്രിസ്തു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന യേശു ഈ ദിവസം നിന്നോട് സംസാരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. പാപിയായവനേ, നീ മാനസാന്തരപ്പെടില്ലേ? നിന്റെ ശക്തി കണ്ടുകൊണ്ട് നീ സ്വയം അഹങ്കരിക്കുകയാണോ? പണത്തിൽ ആശ്രയം വെച്ച് വഞ്ചിക്കപ്പെടുകയാണോ? നിന്റെ പണം നിന്റെ കൂടെ വരില്ല. നിന്റെ ബലം നിനക്ക് ആശ്രയമാവില്ല. നീ ഒരുങ്ങുക. നിന്റെ വീട്ടുകാരെയും നീ ഒരുക്കുക. നീ ഒരുങ്ങുക. നിന്റെ ചുറ്റുപാടുമുള്ളവരെ നീ ഒരുക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കുമാറാകണമേ. പാപത്തിൻ്റെ
മുള്ളിനെ ഒടിച്ചു കളഞ്ഞതായ യേശുവേ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ നാമത്തിലുള്ളതായ വിജയം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ടാകും എന്ന വചനം എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ ദിവസം മുതൽ നിറവേറ്റുമാറാകണമേ. മദ്യപാനികളെ മാറ്റിയെടുക്കണമേ, വ്യഭിചാരികളെ മാറ്റിയെടുക്കണമേ, കള്ളം പറയുന്നവരെ മാറ്റണമേ, ചതിയന്മാരെ മാറ്റിയെടുക്കണമേ, കലഹക്കാരെ മാറ്റിയെടുക്കണമേ, ദുഷ്പ്രവർത്തിക്കാരെ മാറ്റണമേ, അത്യാഗ്രഹികളെ മാറ്റിയെടുക്കണമേ, അശുദ്ധിയുള്ളവരെ മാറ്റിയെടുക്കണമേ. അശുദ്ധിക്ക് ഇടം കൊടുത്ത് യൗവനപ്രായത്തിൽ തങ്ങളെ തന്നെ നശിപ്പിക്കുന്നതായ ആളുകളെ മാറ്റിയെടുക്കണമേ. അത്ഭുതങ്ങൾ നടത്തുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിന്റെ മക്കളായി തീരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അയക്കണമേ. ഞങ്ങൾ അന്ത്യകാലത്തായിരിക്കുന്നു, സമയം വളരെ ചുരുക്കമായിരിക്കുന്നു. പിശാച് ആരെ വിഴുങ്ങണ്ടെന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിക്കുന്ന സിംഹത്തെ പോലെ വരുന്നു. എത്രയോ വിശ്വാസികൾ വീണു പോകാനിടയായി, എത്രയോ ദൈവദാസന്മാർ അവന്റെ പിടിയിൽ അകപ്പെടുവാനിടയായി. കർത്താവേ, പിശാചിന്റെ പ്രവൃത്തികൾ കൂടി വരുന്ന സമയത്ത് ഞങ്ങൾ ഉണർവോടുകൂടി പ്രാർത്ഥിക്കാൻ സഹായം നൽകുമാറാകണമേ. പിശാചിനെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരാജയപ്പെട്ടു പോയതായ പിശാചിനെ ഞങ്ങൾ ഭയപ്പെടാതെ, അവന്റെ കെണികളിലും ആകർഷണത്തിലും അകപ്പെട്ടു പോകാതെ യേശുവിലേക്ക് നോക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിനെ നോക്കി ജീവിക്കുന്നതായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അപ്പാ, ഞങ്ങൾക്ക് വേണ്ടി നീ വിട്ടിട്ട് പോയതായ നിന്റെ കാൽപാതകളെ പിന്തുടരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ സകല സത്യത്തിലും നടത്തുന്നതിനു വേണ്ടി സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.